എന്തീ കാണിക്കണ? ബാറ്റ് വെച്ചിട്ടാണോ തേങ്ങ വിളിക്കുക? എടാ ഈ ബാറ്റ് കൊണ്ട് ബോളുണ്ടോ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ തേങ്ങ കെട്ടയിലൊന്ന് അടിച്ചോട്ടെ. ഓരോരുത്തന്മാരെ കളിക്കാൻ കൊണ്ടുവന്നിട്ട് എടാ അനന്തു, എടാ ദുബായ് ചെല്ലുമ്പോ എന്നെ ഓർക്കണേ. എനിക്കുള്ള വിസ അയച്ചു തരണം കേട്ടാ. ദുബായാ? അവിടെ ബാറ്റ് ചെയ്യല മനുഷ്യ. അവനിപ്പോ ബാറ്റ് കൊണ്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ അറബിക്കള്ളി ചെല്ലും. കളിക്കടാ. എന്റെ പൊണ്ടെണ്ണ, ഇങ്ങനെ നിങ്ങൾ കളിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കല്ലേ? പ്രഷറോ? അല്ല, പ്രഷർ കൊടുക്കല്ലേന്ന്. അവരവരുടെ ഇഷ്ടത്തിന് കളിക്കട്ടേന്ന്. സോറിടാ, എന്റെ തെറ്റാ. എന്തൊരു മനുഷ്യൻ, നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നു മനസ്സിലാവത്തില്ല. ആ ബാറ്റ് നമ്മുടെ ടീമല്ലടാ. അല്ല, അവ ഔട്ടായാലല്ലേ എനിക്ക് ബാറ്റ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓ, നീ കൊറേ നേടുന്നുണ്ട് കേട്ടാ. ഞാൻ എന്റെ പണി നോക്കട്ടെ. വൈകിട്ട് വീട്ടിൽ ചമ്മന്തി ആയിരിക്കും. ഒന്നും ഇങ്ങോട്ട് വന്നേ. നിങ്ങള് കളിക്കാൻ വരുന്നതാണോ അത് ഈ ചക്കയും മാങ്ങി തേങ്ങ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വരുന്നതാണോ? ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഓഫ് കോഴ്സ്. നീയൊക്കെ ഇന്ന് വരെ എനിക്കിട്ട് കളിച്ചിട്ട് ഒരു കപ്പ് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഓട്ട് ഒരു സോപ്പ് പൊട്ടിയാലും മേടിച്ചു തന്നിട്ടുണ്ടോ? എടാ ഈ ചക്കയും മാങ്ങയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടോട്ട് എന്താ പറയുന്നറിയോ? ഇതൊക്കെ ഞാൻ കളിച്ചുണ്ടാക്കിയതാണ്. അത്രയ്ക്ക് ഗതികെട്ട ഒരു ക്യാപ്റ്റനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ? സംഭവം പറയുമ്പോ സഞ്ജു സാംസന്റെ കൂടെ പഠിച്ച് കളിച്ചു വന്ന ആളത്ര. ഇപ്പൊ സഞ്ജു ഇവിടെ ഇരിക്കണേ, ഇയാളെ ഇവിടെ ഇരിക്കണേ. സഞ്ജു സാംസന്റെ പേര് മാത്രം ഇവിടെ ഉച്ചരിച്ചു പോരുത്. അതെന്താ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരല്ലേ? ഒരുമിച്ച് പഠിച്ചൊക്കെ ആയിരിക്കും. അന്ന് പറഞ്ഞ ആ പേര് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സത്യം പറയ്, നിങ്ങൾക്ക് അസൂയല്ലേ? ഉള്ളത് പറഞ്ഞോ, എനിക്ക് അസൂയടാ. നിനക്കൊരു കാര്യം അറിയോ? സഞ്ജു സാംസണും എനിക്ക് ഒരേ പ്രായം. എന്നിട്ട് അവൻ കളിക്കുന്ന ഇന്ത്യൻ ടീമില്, ഞാൻ കളിക്കുന്ന ഈ പന്ന ടീമില്. അത് മാത്രമല്ലടാ, സഞ്ജു കാരണം എനിക്ക് എന്റെ വീട്ടിൽ പോലും കയറാൻ പറ്റിയല്ല. അതെന്താ പ്രശ്നം? എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്കിപ്പോ സഞ്ജുവിനെയാ. അതിപ്പോ കേരളത്തിൽ എല്ലാവർക്കും സഞ്ജുവിനല്ലേ ഇഷ്ടം. അന്നും പറഞ്ഞു 3 നേരം സഞ്ജുവിനെ കണ്ടുപിടി എന്നാ പറയുന്നത്. അത് മാത്രമാണോ? ഒരാശ്വാസത്തിന് വേണ്ടി TV വെച്ച് നോക്കിയാൽ അതിലും സഞ്ജു, ഫോൺ എടുത്ത് നോക്കിയാൽ അതിലും സഞ്ജു, രാവിലെ എണീറ്റ് പത്രം വായിച്ചു എടുത്താൽ അതിലും സഞ്ജു. നിങ്ങളിന് പത്രം വായിക്കൂ? ഇല്ല, എന്തെങ്കിലും പൊതിഞ്ഞെടുക്കാൻ പത്രം എടുക്കുമ്പോ അതിലും സഞ്ജു. അതൊക്കെ കണ്ടിന്യൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്നോട്ട് ഞാൻ സഞ്ജുവിനോടുള്ള കൂട്ടെല്ലാം നിർത്തി അവനോട് ഞാൻ ടച്ച് ഇട്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒരു ആശംസ വീഡിയോ അങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ. എന്നെ കൊണ്ടാ? പിന്നെ അല്ലാണ്ട് ചെറുപ്പം തൊട്ട് സഞ്ജുവിനും കൂടെ പഠിച്ചു കളിച്ചു, നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി. നിങ്ങളല്ലാതെ വേറെ ആരല്ല ഇതുപോലെ ചെയ്യാനായിട്ട്? സിമ്പിൾ. ഫെഡറിക് ഡിസൂസ ഫെഡറർ മെമ്മോറിയൽ ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. അടി ഫേസ് ലോക്ക് ഉണ്ടോ? അടി. ഈ കെട്ടിടത്തിൽ നിന്ന് കളിക്കാൻ പോകുന്ന എല്ലാവരും വേണേ പോയി ജയിച്ചിട്ട്. അല്ല, അതിന്റെ ബാക്കി ആ വാക്കി കീറിക്കാണോ ഉണ്ടാക്കി വായിൽ പേരും ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് നല്ലത് ഞാൻ അവിടെ വേർതിരിക്കുന്നില്ല. നീ വേണം കളി കാണും. എന്താടാ? അല്ല, ആനന്ദ ഔട്ടായി. അതെ, അവനും ഔട്ടായ ക്യാപ്റ്റ അവ ഔട്ടായില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ? വേണ്ട, ഒരു വള്ളംകളി കഴിഞ്ഞേ ഉള്ളൂ. ഒരു കൊടുങ്കാരനുള്ള സാധ്യത ഞാൻ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നീ ഇറങ്ങണ്ട, ബാറ്റിംഗ് തന്നേര്. എടാ ഷുക്കൂറേ, നീ പോയി ഇറങ്ങി കളിക്കടാ. ഷുക്കൂറേ, അണ്ണൻ പറഞ്ഞ കേട്ടില്ലേ? നീ പോയിട്ട് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരാനോ? അല്ല, നീ പോയിട്ട് ജയിച്ചിട്ട് വാടാ. ദേ തോറ്റു തുന്നമാടി വരുന്നു നിങ്ങളുടെ മോൻ. ഔട്ടാക്കിയവനെ ചിരിക്കണ്ട. ഈ ബോള് നീ കണ്ടില്ല, അടുത്ത ബോള് ഞാൻ കാണില്ല. 6 മണി അവന് കണ്ണു കാണില്ല, മാലക്കണ്ണാണ്. വന്നു കഴിഞ്ഞാലേ അവനെ കളിയാക്കൊന്നും ചെയ്യില്ല കേട്ടോ. ശരി. അമരത്തിലെ അശോകൻ മടിച്ചിരിക്കാതെ കേറി വരിക. എങ്ങനെ ഉണ്ടായിരുന്നു നടുക്കടലിലെ യാത്ര? കളിയാക്കല്ലേ ക്യാപ്റ്റൻ. ഇതാ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് ഉമ്മാരാ കൊണ്ട് കൂടാ അവന്. ഇവിടെ വന്ന് ഒരു ക്യാപ്റ്റൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വിക്കറ്റ് പോയി വരുന്ന പിള്ളേരുടെ ഇമാര് വർത്താനം പറയുന്നത്. അങ്ങനെ പറയൂ. നിങ്ങൾ പറയോ? ഇവിടെ മാറിയേ. അളിയാ, നീ ശരിക്കും നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റർ ആയിരുന്നില്ലേ? പിന്നെ എന്താ പറ്റി നീ പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായിട്ട് വരാണ്ട്? എനിക്കൊരേമടാ, ഞാൻ നല്ലൊരു ബാറ്റ് ഉണ്ടാക്കിയായിരുന്നു ക്യാപ്റ്റൻ. ഒന്നും കൊണ്ട് വന്നേ. എനിക്ക് നല്ല സംശയമുണ്ട്, എന്നെ ആരോ പ്രാഗി ഔട്ടാക്കിയാണെന്ന്. ആ പ്രാഗി എങ്ങും പോയിട്ടില്ല, എന്റെ തൊട്ട് പുറകെ തന്നെ നിൽപ്പുണ്ട്. ആരാത്? ചെമ്പാ. എടാ, ഇവൻ പ്രാഗി കൊണ്ട് മാത്രമല്ല നീ ഔട്ടായത്. നിനക്ക് ഔട്ടായത് നീ കളിക്കാൻ അറിയത്തില്ലാത്തോണ്ടാ. എനിക്ക് കളിക്കാറുള്ളത് മാത്രം പറയരുത്. എനിക്ക് തോന്നുന്നതേ അവന്മാരെ ബാറ്റും ബോളും കൊള്ളില്ല. അയ്യോ, അങ്ങനെയല്ല, നിന്റെ ബാറ്റിൽ ബോൾ കൊള്ളില്ല. അങ്ങനെ പറയല്ലേ. എന്നാലേ ശരി, ബാറ്റിംഗിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷെ ഞാൻ
ബോളിംഗിൽ പിടിക്കും. പിടിക്കത്തുള്ളൂ, എറിയത്തില്ലേ? നിങ്ങൾ എന്തെങ്കിലും പറയാണ്. ഞാനല്ല പറഞ്ഞത്, ഞാൻ ബോളിംഗ് ചെയ്ത് അവന്മാരെ പിടിച്ചു കെട്ടും. എന്റെ പൊന്നനിയ, നീ ബോളിംഗ് മാത്രം ചെയ്യരുതേ. നീ ബോൾ അറിയാൻ നിൽക്കുമ്പോ ആ അമ്പയർ ഷാറുഖ് ഖാന്റെ ഫിഗറിട്ട് അവിടെ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഓ, കുറച്ച് വാടിയായിരിക്കും, അതാണ് ഇങ്ങനെ പറയുന്നത്. അത് ഇവിടെ നിന്നല്ല, അവിടെ നിന്ന്. എന്റെ പൊണ്ണ് ക്യാപ്റ്റൻ, ബാറ്റിംഗും ബോളിംഗും അവൻ കൊളാക്കും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഫീൽഡിംഗ് ഉണ്ടല്ല, ഞാനെ പിടിച്ചു തരും. ആര് പിടിക്കും? ഞാൻ പിടിക്കും. പിടിക്കും, ഇവൻ കുറെ പിടിക്കും. എടാ, നീ കഴിഞ്ഞ സുമേഷ് അടിച്ചു വിട്ട ബോളിന്റെ പുറകെ ഓടിയായിരുന്നോ? ഞാൻ ഓടിയായിരുന്നു. ആ ഗ്യാപ്പിൽ അമ്മ 80 റൺസ് ഓടിയെടുത്തു. എന്നിട്ട് ഓടി തന്ന ആ സുമേഷ് എനിക്ക് കൊണ്ട് തന്നു പന്ത്. നീ ഒരു കാര്യം ചെയ്യും, പന്ത് വരാത്ത ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിൽക്കും. പോ, എന്റെ കൺമുന്നിൽ കാണും. പോ അളിയ, ഞാൻ ഇങ്ങനെ കൈവാക്കിന് കയറും. അടുത്ത കളി ഞാൻ 6 ബോൾ 6 സിക്സ് അടിച്ചിരിക്കും. അല്ല, ഷുക്കൂർ സിക്സ് അടിച്ചേ. അവൻ സിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലില് സഞ്ജു അടിച്ചൊരു സിക്സ്. അയ്യോ, എന്നാ അവന് സിക്സ് എന്ന് അറിയാമോ? അത് ഗംഭീരല്ല, സഞ്ജു എങ്ങനെ പോയാലും അത് ഒരു 100 മീറ്റർ വരും, ഉറപ്പാണ്. എടാ, ഇതൊക്കെ എന്ത്? ഞാനും അടിക്കും. നാസിക് ഡോള അല്ലടാ, അപ്പൊ പുളുവായിരിക്കും, പുളു. എന്താണത്? അങ്ങനെ ഇതൊക്കെ പറ്റുള്ളൂ, എനിക്കറിയാം. കൂടുതൽ കളിയാക്കല്ലോ. ഞാനും സഞ്ജു ഒക്കെ ഒരുമിച്ച് പഠിച്ചതാ കേട്ടോ. അത് നീ ഓർമ്മ വേണം. അതുകൊണ്ട് നീ എന്നെ കളിയാക്കുന്നത് കേട്ടാ. അതൊക്കെ ശരിയായിരിക്കും, നിങ്ങൾ സഞ്ജു ഒരുമിച്ച് പഠിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ സഞ്ജുവിനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ട തീർന്ന് കളിച്ചിട്ട് ഒരു ഉപയോഗമില്ല. നമ്മള് നേരെ ടർഫിലോട്ട് പോകണം, പൈസ എറിയണം. ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ ഇതിനോട് യോജിക്കണം കേട്ടാ. നീ യോജിക്കുന്നുണ്ടാ? എടാ, അങ്ങനെയാണല്ലേ, ഇന്നലെ മേടിച്ച പന്തിന്റെ 20 രൂപ തന്നടാ. എന്റെ ഇല്ല, നീ തന്നടാ. എന്റെ പണ്ടേ ഇല്ലല്ലോ. എവിടെ പോണെന്നാ പറഞ്ഞു? ഇനി ആ ടഫ് വാക്ക് ഇവിടെ ഉനക്ക് കളിക്കണം, പൈസ ഇല്ല, മുട്ടുപൊക്കോ നീയൊക്കെ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ എന്ന് നമ്മളെ ടീമിൽ വന്നോ അന്നോട്ട് നമ്മൾ ടീം അതർവൈസ് തുടങ്ങി. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം? നിങ്ങൾ ബാറ്റ് അറിഞ്ഞൂടാ, ബോൾ അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ചക്ക, നീ കുറെ നേരം ഈ പാവം ക്യാപ്റ്റനെ പറ്റി കുറ്റം പറയണോടാ. ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട്. എന്റെ ക്യാപ്റ്റൻ സ്റ്റിച്ച് ബോളിൽ കളിച്ചു പഠിച്ച സ്റ്റിച്ച് ബോളില്. ഞാൻ പോടെ ഐസ്ക്രീം പറ്റി മാത്രമേ കളിച്ചിട്ടുള്ളൂ. നിന്റെ വായിക്കാത്ത നീ മിണ്ടായിരിക്കും. ആവശ്യത്തോ ഡയലോഗ് പറഞ്ഞിട്ട് ഇനി അവന്റെ വായിക്കുന്നത് ഞാൻ കേൾക്കണം. ഈ ടീമിൽ കളിച്ചിട്ട് എനിക്ക് ഒരു നേട്ടവും ഇല്ല. അതെനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇവിടെ നാട് വിട്ട് പോയി വേറെ നല്ല ടീമിൽ കയറി കളിക്കും, ഉറപ്പാണ്. എടാ, നിനക്ക് നാട് വിട്ടു പോകാൻ പറ്റത്തില്ല. യവന് നാട് വിട്ടു പോകാൻ പറ്റും. അങ്ങനെ? കാരണം ഇവന്റെ പേര് ഉണ്ണി എന്നാണ്. നീ കേട്ടിട്ടില്ലേ? നാട് വിട്ടു പോകുന്ന എല്ലാ മണ്ടന്മാരുടെ പേര് ഉണ്ണി. അതുകൊണ്ട് നീ പോടാ, നാട് വിട്ടു പോ. അവൻ പോയി എന്ത് കാര്യം? അവന് കളിക്കാറുണ്ടല്ലോ. അയ്യോ, അത് ഞാൻ പറഞ്ഞല്ലോ. ബാറ്റിയറായില്ല, നീ പോയിട്ടൊരു കാര്യമില്ല. നിനക്ക് കളിക്കാൻ അറിയത്തില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കളിക്കാറത്ത് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളില്ലാണ്ടാ. നിങ്ങൾക്കറിയോ, സഞ്ജുവിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ച് വന്നിട്ടാണ് അദ്ദേഹം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്കും അച്ഛൻ ജോലി രാജിവെക്കൂല, സപ്പോർട്ടും ഇല്ല. രാജി വെക്കണമെങ്കിൽ ആദ്യം പുള്ളി വല്ലതും ജോലിക്ക് പോണം. കള്ളച്ചോറ് നിന്നൊരു തന്തേനെ മോനെ ഞാൻ കണ്ടിട്ടില്ല. നീ വീട്ടിൽ പോയി നോക്കിയാൽ മതി, അവിടെ കാണും ഒരുത്തൻ. എന്റെ അച്ഛനെ വിളിച്ചോ, അത് ഞാൻ ക്ഷമിക്കും, എന്ന് ഞാൻ ക്ഷമിക്കും. പക്ഷേ എനിക്ക് സഞ്ജുവിനെ പോലെ ആവണം. അതിന് നിങ്ങൾ സഹായിക്കണം. അതിന് ഞാൻ എങ്ങനെ സഹായിക്കണം? എടാ, 6 കാല് പിടിച്ചൊന്ന് നീ ഇന്ത്യ ടീമിൽ കയറണ്ട. വേണ തന്നെ കഷ്ടപ്പെട്ട് കയറിക്കോ. എനിക്ക് മുമ്പേ സംശയമുണ്ട് ഇങ്ങനെ കഥയൊക്കെ പുളുവാണെന്ന്. നിങ്ങൾക്ക് സഞ്ജുവിനെ എങ്ങനെ പരിചയം? കോളേജ് വെച്ചാണ്? ഇല്ല, ഞാനും അവന് ഒരുമിച്ച് പഠിച്ചാണല്ലോ. അവ കോളേജ് വെച്ചാണ് പഠിച്ചത്? അല്ല, പിന്നെ സ്കൂളിലാ? അല്ല, അങ്ങനെ പാടി വെച്ച് പഠിച്ച. എടാ, അതായത് സംഭവം എന്ന് വെച്ചാല്, എടാ, നമ്മളെല്ലാവരും സാധാരണ എത്ര മണിക്കാണ് വൈകിട്ട് പഠിക്കാതിരിക്കുന്നത്? വൈകിട്ടൊരു 7 മണിക്ക്. അങ്ങനെ സഞ്ജു 7 മണിക്ക് സഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു, ഞാൻ 7 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ ഞാനും അവനും ഒരുമിച്ച് പഠിച്ചില്ലേ? എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അത് എങ്ങനെ? അങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരുമിച്ച് പഠിച്ചില്ലേ? നമ്മളെല്ലാം we are classmates. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഉടായ്പാണ്, ഇങ്ങനെ കൂടെ നിൽക്കണമെന്ന്. എടാ, ഇങ്ങനെ കൂടെ നിന്നാ നമ്മൾ ഇനി നശിക്കത്തേ ഉള്ളൂ. സത്യം. ഒരു വഴിയോട് ഇങ്ങോട്ട് വാ. പറയടാ, നിങ്ങൾ ആർക്ക് മാറിയില്ല ഇങ്ങോട്ട്. എടാ, ഇന്നത്തെ നമ്മളെ കളി കാണാൻ വേണ്ടി സഞ്ജുവിന്റെ കോച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളി നാട് വിട്ട് പോയി കാണും. നമ്മുടെ കളിയല്ലേ കണ്ടേ? പുള്ളിക്ക് തലപ്രാന്ത് മറിയാൻ വേണമെന്ന് വെച്ചാൽ മാറി അങ്ങോട്ട്. നീ പറയടാ. ആ പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് സഞ്ജു കയറി വന്നതെന്ന്. അപ്പൊ പുള്ളിയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് പറഞ്ഞു തരത്തില്ലേ? യെസ്. പുള്ളിയുടെ കോച്ച് കിട്ടി നമ്മൾ ആരും രക്ഷപ്പെടും സഞ്ജു. ഓക്കെ, അപ്പൊ നമുക്ക് പുള്ളിയോട് ചോദിക്കാം. കമോൺ.
ക്യാപ്റ്റൻ ഞാനല്ലേ, ഞാൻ ചോദിച്ചോളാം. സഞ്ജുവിനോട് പഠിച്ചാണ്, ഞാൻ ചോദിക്കാം. ഇയാൾ ഈ സാധനം നശിപ്പിക്കും ഉറപ്പാണ്. അതെ കൊച്ചേട്ടാ, കൊച്ചേട്ടാ, എന്റെ പിള്ളേർക്കൊക്കെ സഞ്ജുവിനെ പോലെ ആണെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഈ സഞ്ജു ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിയതിന്റെ കാരണം എന്താ? സഞ്ജു ഇത്രയും വലിയ ലെവലിലെത്തിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും അതിലുപരി അദ്ദേഹത്തിലുള്ള സെൽഫ് ബിലീവാണ്, അദ്ദേഹത്തിലുള്ള കഴിവിനെ അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഉയരങ്ങൾ അദ്ദേഹം എത്തിയത്. ഓക്കെ, താങ്ക് യു. വാ വീട്ടിൽ പോകാം, കളിയൊക്കെ ഈ പറഞ്ഞ സാധനം ഒന്നും നമുക്കില്ല. പിന്നെ നമ്മൾ എന്നാ കാത്താണ് ഇവിടെ നിൽക്കുന്നത്? നമ്മളങ്ങനെ പോയി എങ്ങനെ ശരിയാവുക? അത് ശരിയാണല്ലോ. എടാ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഐഡിയ ഉണ്ട്, നീയൊക്കെ കയറി പിടിക്കുവോ? പിന്നെന്താ, പിടിക്കുമല്ലോ. സഞ്ജു സഞ്ജു, എടാ കൈയടിക്കടാ. ക്ലൈമാക്സ് ആയി, കൈ അടിച്ചു. സഞ്ജു 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 ചേട്ടാ ചേട്ടാ വാടാ. ഒരു മാച്ച് കണ്ട പോലെ ഉണ്ടെന്നാണോ പറയാൻ വരുന്നത്? മാച്ചല്ല, നമ്മളൊക്കെ ഒരു 10-15 വർഷം, 15 അതിനപ്പുറം പുറകോട്ട് പോയി. 30-40 വർഷം ബാക്ക് അല്ലേ? 40 വർഷം നിങ്ങൾ നീ പോയി. ഞാനൊരു 10-15 വർഷം ഒക്കെ പുറകോട്ട്, 15 10-20 വർഷം. നമ്മൾ ഇതേപോലെ വാഴപ്പോളയൊക്കെ വെച്ച് കെട്ടി പേടൊക്കെ വെച്ച് തുടങ്ങുന്നത് പണ്ട്. ഇങ്ങനെയോ? എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കിറ്റ് വളരെയധികം കണക്റ്റഡ് ആയത് അവർക്കായിരിക്കും അല്ലേ? സോറൊക്കെ ഭയങ്കര റോജു സാറൊക്കെ ചിരിക്കുമായിരുന്നു ഓരോ കാര്യം കേൾക്കുമ്പോഴും. പക്ഷെ ഞാൻ റിജു ചേട്ടനിലേക്ക് വരട്ടെ, കാരണം റിജു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം സഞ്ജു ചേട്ടന് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജു ചേട്ടൻ ഇത്രയും ഭക്ഷണങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറയാമോ? അത് ഞാൻ ജോലി ചെയ്യുന്നത് സംസം റെസ്റ്റോറൻറ്റിലാണ്, പാളയം. അപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് വരുന്ന സമയങ്ങളിൽ, പ്രാക്ടീസിന് പോയിട്ട് വരുന്ന സമയങ്ങളിൽ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അന്ന് കണ്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലാതെ തന്നെ നമ്മുടെ ഓണറുമായിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളി പുതിയ പുതിയ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പുള്ളി വന്ന് കഴിക്കലുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇപ്പോഴും നല്ല രീതി തന്നെയാണ് അവർ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. തിരിച്ച് നമ്മൾ നമ്മുടെ സ്കിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? ചേച്ചി പൈസ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ? പിന്നെ റെഡിയാണെങ്കിൽ നോക്കിയാലോ? യെസ് ഗൈസ്, അല്പം ടെൻഷനോടെ നമുക്ക് നോക്കാം. കരനിറയെ പണം ഒഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ കരനിറയെ പണം ഒഴുകണ കളി, പറന്നിറയേണ്ട ചിരി ഞാൻ ചെറിനോട് ചോദിച്ചു ആരും ഇല്ലാണ്ടായി പോയോ? അപ്പൊ ചെറിയ വിചാരിച്ചു ഞാൻ റെഡി. ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഓ, ഞങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഫൈനലി സഞ്ജു ഒരു സെഞ്ചുറി അടിച്ചൊരു സന്തോഷം. കറക്റ്റ്, വെരി ട്രൂ. യെസ് ശ്വേത ചേച്ചി, ചൂടോടെ 50,000 രൂപ. എന്നിട്ട് അറിയാലോ, നേരെ പാളയത്തുക, റീചേട്ടനെ കാണാൻ ശവായി അടിക്കുക. തീർച്ചയായിട്ടും.